Hello friends. Hello all. Welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. യൂണിറ്റ് 5. യൂണിറ്റ് 5യുടെ പേരെന്താ? ഹെർത്ത് ആൻഡ് ഹോം. ഹെർത്ത് ആൻഡ് ഹോം എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ഹെർത്ത് ആൻഡ് ഹോമിൽ തന്നെ ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഹോം ഇസ് നോട്ട് എ പ്ലേസ്, ഇറ്റ് ഇസ് എ ഫീലിംഗ് എന്ന് പറയുന്ന കോഡ്സ് ആണ്. അപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 5ലെ ആദ്യ ചാപ്റ്റർ ആണ്. അതിനു മുമ്പ് നമുക്കൊരു ഡോർവേ തന്നിട്ടുണ്ട്. ആ ഡോർവേയിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ആദ്യം നോക്കാം കേട്ടോ. വാട്ട് സീസൺ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ ഏത് സീസൺ ആണ് കാണുന്നത്? റെയിനി സീസൺ. മഴയൊക്കെ പെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ റെയിനി സീസൺ ആണ്. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ് സീസൺ? ഈ സീസണെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണത്? I feel മേലെ എഴുതണതാണ് കേട്ടോ ആൻസർ. I feel very happy about this season. I enjoy walking in the rain and splashing in the water. I make paper boats and float them in the rainwater. Which climate in Kerala do you find the most appealing? ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സീസൺ ഏതാണ്? The most appealing climate in Kerala for me is the winter season. എനിക്ക് ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ള സീസൺ വിന്റർ സീസൺ ആണ്. വിന്റർ സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. നിങ്ങൾക്ക് ഓരോർക്കും അത് ഡിഫറെൻ്റ് ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ചിലർക്ക് റെയിനി ആയിരിക്കും, ചിലർക്ക് വെക്കേഷൻ ടൈമിലായ സമ്മർ വെക്കേഷൻ സീസൺ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്നുള്ള ചാപ്റ്റർ ആണ്. ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ കേട്ടോ. അതിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങൾ വായിക്കുക. ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, വാട്ട് ഡിഡ് അമ്മ ഡു വെൻ ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഈറ്റ് മോർ ഉപ്പുമാവു? അപ്പോൾ ഉപ്പുമാവ് കൂടുതൽ കഴിക്കാൻ ഉണ്ണിക്കുട്ടൻ വേണ്ട എന്ന് പറയുമ്പോൾ അമ്മ എന്താണ് ചെയ്യുന്നത്? ഉത്തരം, വെൻ ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഈറ്റ് മോർ ഉപ്പുമാവു അമ്മ ഗേവ് ഹിം സം വാട്ടർ ടു ഡ്രിങ്ക്. അപ്പോൾ കൂടുതൽ ഉപ്പുമാവ് വേണ്ട പറയുമ്പോൾ അമ്മ എന്ത് ചെയ്യും? അവന് കുറച്ച് വെള്ളം കൊടുക്കും അല്ലെ കുടിക്കാൻ. നെക്സ്റ്റ്, വാട്ട് ഐറ്റംസ് ഡിഡ് ഉണ്ണിക്കുട്ടൻ ചെക്ക് ഫോർ ഇൻ ഹിസ് സ്കൂൾ ബാഗ്? അപ്പോൾ സ്കൂൾ ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ണിക്കുട്ടൻ ചെക്ക് ചെയ്തത്? ഉത്തരം, ഇൻ ഹിസ് സ്കൂൾ ബാഗ് ഉണ്ണിക്കുട്ടൻ ചെക്ക്ഡ് ദ മലയാളം റീഡർ ഫോർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ദി സ്ലേറ്റ്. അപ്പോൾ 1ാം ക്ലാസ്സിനുള്ള മലയാളം റീഡറും സ്ലേറ്റുമാണ് ഉണ്ണിക്കുട്ടൻ തപ്പിയത് കേട്ടോ. What did ഉണ്ണിക്കുട്ടൻ keep safely between the pages of his മലയാളം റീഡർ? അവൻ്റെ മലയാളം റീഡറിൽ അവൻ എന്തൊക്കെയാണ് പേജസിൻ്റെ ഇടയിൽ സേഫ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? ഉത്തരം വരുന്നത്, between the pages of his മലയാളം റീഡർ ഉണ്ണിക്കുട്ടൻ safely kept a peacock feather and a piece of silver paper. അപ്പോൾ മലയാളം റീഡറിലെ പേജസിൻ്റെ ഇടയിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മയിൽപ്പീലി അല്ലേ? മയിൽപ്പീലിയും അതുപോലെ തന്നെ ഒരു സിൽവറിൻ്റെ പേപ്പറും അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ശീലം ഉണ്ടാവും അല്ലേ? മയിൽപ്പീലിയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുസ്തകങ്ങളുടെ ഇടയിൽ മയിൽപ്പീലിയൊക്കെ കിട്ടി. ഇപ്പോൾ ഒക്കെ മയിൽപ്പീലി അങ്ങനെ കിട്ടും, പക്ഷെ അപ്പോൾ ഒന്നും മയിൽപ്പീലി അങ്ങനെ നമുക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് സൂക്ഷിച്ച് വെക്കും. പുസ്തകങ്ങളുടെ ഇടയ്ക്കൊക്കെ മയിൽപ്പീലി വെക്കുന്നത് ഒരു ശീലമായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഡയറി മിൽക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഡയറി മിൽക്കൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഈ സിൽക്ക് കവറുകളായിരിക്കില്ലേ? അങ്ങനത്തെ പേപ്പറൊക്കെ നമ്മൾ പുസ്തകങ്ങളുടെ ഇടയിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതൊരു ശീലമാണ് കേട്ടോ, ഒരു രസം. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. ഹൗ ഡിഡ് ഉണ്ണിക്കുട്ടൻ ഫീൽ അബൌട്ട് ഹിസ് നെയിം റിട്ടൺ ഓൺ ദ സ്ലേറ്റ്? അപ്പോൾ ഉണ്ണിക്കുട്ടൻ ആ സ്ലേറ്റിൽ അവൻ്റെ പേര് എഴുതിയപ്പോൾ ഹൗ ഡിഡ് ഹി ഫീൽ, എങ്ങനെയാണ് അവൻ അനുഭവപ്പെട്ടത്? ഉത്തരം വരുന്നത്, ഉണ്ണിക്കുട്ടൻ ഫെൽറ്റ് ദാറ്റ് ഓൺ ദ സ്ലേറ്റ് ഹിസ് നെയിം ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. അവൻ്റെ പേര് ഇംഗ്ലീഷിലാവാമെന്ന് അവൻ കരുതി. കുട്ടേട്ടൻ ഹാഡ് റിട്ടൺ ഓൺലി ദി ഇനീഷ്യൽസ്. പക്ഷെ കുട്ടേട്ടൻ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ അല്ലേ, PC, അത് മാത്രമായിരുന്നു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. മുഴുവനായിട്ട് ഇംഗ്ലീഷിൽ എഴുതാമെന്നാണ് അവന് തോന്നിയത്. What did കുട്ടേട്ടൻ gave ഉണ്ണിക്കുട്ടൻ? Was he satisfied?
കുട്ടേട്ടൻ എന്താണ് ഉണ്ണിക്കുട്ടന് കൊടുത്തത്? ഉണ്ണിക്കുട്ടൻ സാറ്റിസ്ഫൈഡ് ആയോ? കുട്ടേട്ടൻ ഗേവ് എ സ്മോൾ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിൽ. അവൻ എന്താ കുട്ടേട്ടൻ കൊടുത്തത്? ഒരു ചെറിയ കഷ്ണം സ്ലേറ്റിന്റെ പെൻസിൽ അല്ലെ. ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഉണ്ണിക്കുട്ടന് അതുകൊണ്ട് തൃപ്തിയായില്ല. വാട്ട് ഡിഡ് മുത്തശ്ശൻ അഡ്വൈസ് ഉണ്ണിക്കുട്ടൻ അബൌട്ട് വാക്കിംഗ് ഇൻ ദ റെയിൻ? വൈ? അപ്പോൾ എന്താണ് മുത്തശ്ശൻ അഡ്വൈസ് ചെയ്തത് ഉണ്ണിക്കുട്ടനെ മഴയത്ത് നടക്കുന്നതില്? വൈ? എന്തുകൊണ്ട്? അപ്പൊ ഇതിന്റെ ഉത്തരം നോക്കാം നമുക്ക്. മുത്തശ്ശൻ അഡ്വൈസ്ഡ് ഉണ്ണിക്കുട്ടൻ ടു വാക്ക് barefoot in the rain. മുത്തശ്ശൻ എന്താ അഡ്വൈസ് ചെയ്ത് ഉണ്ണിക്കുട്ടനെ? മഴയത്ത് വെറും കാലല്ലേ, അതായത് ചെരുപ്പൊന്നും ഇടാതെ നടക്കാൻ പറഞ്ഞു. ഇഫ് ഹി വിയർ സാൻഡൽസ്, ചെരുപ്പുകൾ ഇട്ടാൽ ഹി വിൽ സ്പ്ലാഷ് മഡ് ഓൾ ഓവർ ഹിസ് ക്ലോത്ത്സ്, അതായത് ചെളി തെറിക്കും അല്ലേ. നമ്മൾ ഈ ചെരുപ്പിട്ടിട്ട് മഴയത്ത് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളത് അതാണ്, ചെളി നമ്മുടെ ഡ്രസ്സിൽ തന്നെ തെറിക്കും, ആ സ്പ്ലാഷ് ചെയ്യും. അപ്പോൾ നമ്മൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് ഷൂ ആയാലും ചെരുപ്പായാലും മഴയത്ത് നടക്കുമ്പോൾ ചെളി നമ്മൾ നടക്കുമ്പോൾ ആ ചെരുപ്പിൽ നിന്ന് അങ്ങനെ തെറിച്ച് ആവാറുണ്ട്. വാട്ട് വാസ് ദി വെദർ ലൈക്ക് വെൻ അച്ഛൻ ആൻഡ് ഉണ്ണിക്കുട്ടൻ ലെഫ്റ്റ് ഫോർ സ്കൂൾ? അച്ഛനും ഉണ്ണിക്കുട്ടനും സ്കൂളിലേക്ക് ഇറങ്ങിയപ്പോൾ ആ സമയത്തെ വെദർ, കാലാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? വെൻ അച്ഛൻ ആൻഡ് ഉണ്ണിക്കുട്ടൻ ലെഫ്റ്റ് ഫോർ സ്കൂൾ ഇറ്റ് വാസ് ഡ്രിസ്ലിംഗ്. Why do you think Unnikutan felt nervous when he entered the school compound? I think Unnikutan felt nervous when he entered the school compound. ഉണ്ണിക്കുട്ടൻ a little bit nervous ആയിരുന്നു സ്കൂൾ കോമ്പൗണ്ടിൽ എൻ്റർ ചെയ്തപ്പോൾ. എന്തുകൊണ്ടാ? ബിക്കോസ് എവറിത്തിങ് വാസ് ന്യൂ ടു ഹിം. എല്ലാം അവന് പുതിയതായിരുന്നു. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ വർ മേക്കിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് നോയ്സസ്. 100 കണക്കിന് കുട്ടികൾ ഒരുപാട് ശബ്ദങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ നെർവസ് ആയിരുന്നു. What did headmaster do when ഉണ്ണിക്കുട്ടൻ told him his name? ഹെഡ്മാസ്റ്റർ എന്താണ് ചെയ്തത് ഉണ്ണിക്കുട്ടൻ അവന്റെ പേര് പറഞ്ഞപ്പോ? When ഉണ്ണിക്കുട്ടൻ told him his name, the headmaster laughed and appreciated him for knowing his initials also. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അവന്റെ പേര് പറഞ്ഞപ്പോൾ ഹെഡ്മാസ്റ്റർ ചിരിച്ചു, പിന്നെ അവനെ അഭിനന്ദിച്ചു. എന്തിന്? അവന്റെ ഇനീഷ്യൽസ് കൂടെ അറിയായിരുന്നു അല്ലേ. അവനിപ്പോൾ നമ്മുടെ പേര് ഇതാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ കൂടി ചേർത്തി പറയും അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇവൻ. അപ്പോൾ അവർ അപ്രിഷിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. Who took him to the classroom? അവനെ ക്ലാസ് റൂമിലേക്ക് ആരാണ് കൊണ്ടുപോയത്? അച്ഛൻ took him to the classroom. അച്ഛനാണ് അവനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയത്. How did the teacher make ഉണ്ണിക്കുട്ടൻ feel comfortable as he entered the classroom? ഉണ്ണിക്കുട്ടൻ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ടീച്ചർ എങ്ങനെയാണ് അവനെ കംഫർട്ടബിൾ ആക്കിയത്? ടീച്ചർ made ഉണ്ണിക്കുട്ടൻ feel comfortable as he entered the classroom by telling the students that they would have a new friend ഉണ്ണിക്കുട്ടൻ. ടീച്ചർ അപ്പോൾ എന്താ പറയുന്നത്? കുട്ടികളോട് പറയും, നിങ്ങൾക്കൊരു പുതിയ ഫ്രണ്ട് വന്നിരിക്കുകയാണ്, പേര് ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. ഇനി ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.